പുതുവർഷത്തിൻ്റെ ആ സന്തോഷം നേരുകയാണ്. എല്ലാവിധ സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്പസമയം മുൻപാണ് 2023 നിന്നും 24 ലോകം കടന്നത്, രാജ്യം കടന്നത്. ഇപ്പോഴും ആഘോഷം പലയിടങ്ങളിൽ തുടരുന്നു. അത് ലോകത്തെ എല്ലായിടത്തും കിരിബാത്തി ദ്വീപുകളിൽ തുടങ്ങി, അതിനുശേഷം ന്യൂസിലാൻഡിലൂടെ, ഓസ്ട്രേലിയയിലൂടെ, മെൽബണിലൂടെ ഒക്കെ കടന്ന് ജപ്പാനിലൂടെ, ചൈനയിലൂടെ ഇന്ത്യയിലേക്ക് എത്തിയ പുതുവർഷത്തെ അല്പസമയം മുൻപ് ഹൃദയപൂർവ്വം വരവേൽക്കുകയായിരുന്നു രാജ്യം. കേരളം പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ആഘോഷ പരിപാടികൾ തുടരുകയാണ്. കോവളത്തൊന്നും അല്ലമീൻ ചേരുന്നുണ്ട്. അമീൻ, കോവളത്തെ തിരക്ക് അല്പം ഒഴിയാൻ സമയമാവുന്നു അല്ലേ? ആഘോഷം അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നു. ഹാപ്പി ന്യൂ ഇയർ. പലയിടങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 പലതും വൈൻഡപ്പ് ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വൈകാതെ തന്നെ ഈ ആഘോഷ പരിപാടികളൊക്കെ തന്നെ അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടൊരു കാഴ്ചയല്ല, ആൾക്കൂട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വൈകാതെ തന്നെ എതിർന്ന് വലിയ ആഘോഷത്തോടെയാണ്, വലിയ ആവേശത്തോടെയാണ് 2023 യാത്രയാക്കിയതും 2024 വരവേറ്റതും. അതിന്റെ ആഘോഷം, ആ ആഘോഷ നിറവ്, ആവേശ ലഹരി അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. ഒരുപക്ഷെ അല്പം കൂടി കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇവിടുന്ന് പിരിയുകയും ചെയ്യും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വഴിനീളെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്, നിരീക്ഷണം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഘോഷം കഴിഞ്ഞ് പോകുമ്പോൾ വാഹനാപകടങ്ങൾ ഉൾപ്പെടെയുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും 2024 പുലർന്നു വന്നെങ്കിലും 2024 എല്ലാവരിലേക്കും ആഗതമായെങ്കിലും അതിന്റെ നിറവിലാണ്. പുതിയൊരു പുലരിയുടെ, പുതിയൊരു വർഷത്തെ ആഘോഷമായിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ഈ മണിക്കൂറിൽ ആഘോഷം കൊണ്ടാടുന്നത്. കോവളത്തും അതേ കാഴ്ച തന്നെയാണ് കാണാനാകുന്നത്. മണിക്കൂറുകളായും ഒരേ വൈബിൽ, ഫുൾ വൈബിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന, നൃത്തം ചെയ്യുന്ന, പാട്ടിനൊത്ത് ഗാനത്തിനൊത്ത് ചുവടുകൾ തീർക്കുന്ന ആളുകളെ നമുക്ക് എപ്പോഴും കാണാം. അവരുടെ വൈബിന്, അവരുടെ ആവേശ ലഹരിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. വലിയ രീതിയിൽ അതിൽ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല, ദേശഭാഷകൾ ഒരു പ്രശ്നമേ അല്ല, നാടിന്റെ അതിരുകളൊന്നും ഒരു പ്രശ്നമേ അല്ല. പലയിടങ്ങളിൽ നിന്നായി വന്ന ആളുകൾ, പല ഭാഗത്തു നിന്നായി വന്ന ആളുകൾ, അവരെല്ലാവരും വലിയ രീതിയിലുള്ള ആഘോഷ നിറവിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വിദേശികളാണ് ഏറ്റവും അധികം കോവളത്ത് നമ്മൾ നിൽക്കുന്ന ഉദയസമുദ്ര ഹോട്ടലിൽ ഉള്ളത് എന്നുള്ളതാണ്. സാധാരണ എല്ലാ വർഷവും ആ രീതിയിൽ തന്നെയാണ്. കൂടുതലും വിദേശികളാണ് ഇവിടേക്ക് വരുന്നത്. സ്വദേശികൾ കൂടുതലും ആഘോഷ പരിപാടികളിലായി പങ്കെടുക്കുന്നത് കോവളം ബീച്ചിലാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോവളം ബീച്ചിൽ ഒരു വൈബ് കുറവുണ്ട്. പൂർണ്ണമായും ഇല്ല എന്നല്ല, പക്ഷേ അല്പം കുറവുണ്ട്. നിയന്ത്രണങ്ങൾ ഒരു കാരണമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് കനക്കുന്നിലും മാനവീയം വീതിയിലും അടക്കം വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ പുതുതായും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പുതുതായി അത്തരം ഇടങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ട് തന്നെ കോവളം ബീച്ച് കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഇത്തവണ പവറും കളറും ഇച്ചിരി കുറവാണ്. പക്ഷെ എന്നാൽ പോലും കോവളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ, സമീപ പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉൾപ്പെടെ കോവളത്താണ്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇപ്പോഴും കൊണ്ടാടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ 2024 വരവേറ്റുകൊണ്ടുള്ള ഈ ആഘോഷ പരിപാടിയും അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ശരി അമീൻ, അങ്ങനെ ആ കാഴ്ചകളാണ് ലോകമെമ്പാടു നിന്നും വരുന്നത്. പുതിയ വർഷത്തെ പുതിയ പ്രതീക്ഷയോടെ, വലിയ സന്തോഷത്തോടെ ലോകമാകെ, മനുഷ്യരാകെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ, പോയ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ദുരിതത്തിനും ദുരന്തത്തിനും അല്ലെങ്കിൽ ഭരിതമായ സാഹചര്യങ്ങൾക്കുമൊക്കെ അറുതിയുണ്ടാകും. അങ്ങനെ 2024 സന്തോഷം നൽകുന്ന, നല്ല വാർത്തകൾ നൽകുന്ന, ശുഭപ്രതീക്ഷയുടെ വർഷമായി മാറും എന്ന പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ അതിനെ വരവേറ്റിരിക്കുന്നത്. ലോകമെമ്പാടു നിന്നും അത്തരം ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, പുതുവർഷത്തിലേക്ക് ആഘോഷത്തോടെ നൃത്തം ചവിട്ടി, പാട്ടുപാടി, ആഘോഷിച്ച് ജനങ്ങൾ ചുവടുവെക്കുന്ന കാഴ്ചയാണ് ഈ രാത്രി വൈകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും, ഇതുവരെ നമ്മളോടൊപ്പം തുടർന്ന മുഴുവൻ ആളുകൾക്കും, ലോകമെമ്പാടുമുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല വർഷം ആശംസിക്കുകയാണ്. എന്തായാലും അതുതന്നെയാണ്, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അല്ലെങ്കിൽ അസഭ്യ വർഷങ്ങളില്ലാത്ത, അതിനൊക്കെ മുകളിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ ഒരു കടൽ തില പോലെ ലോകം ഒരേപോലെ ചിന്തിക്കുന്ന, മനുഷ്യനെ സ്നേഹത്തോടു കൂടി മാത്രം കാണുന്ന ഒരു വർഷം, ഒരു പുതിയ വർഷം കൂടി ആവട്ടെ എന്ന ആഗ്രഹം, എന്ന ആശംസ മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വർഷം പോയ കുറേ അധികം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കൽ, കുഞ്ഞുങ്ങളെ കൊല്ലൽ, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത, കൊലപാതകങ്ങളൊക്കെ നമ്മൾ പോയ വർഷവും കണ്ടു. അത്തരത്തിലൊരു വാർത്ത അടുത്ത വർഷം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ആഗ്രഹം വെറുതെയുള്ള ആഗ്രഹമായിരിക്കും, എങ്കിൽ കൂടി അങ്ങനെ ആഗ്രഹിക്കാമല്ലോ, അങ്ങനെ വിശ്വസിക്കാമല്ലോ, അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങനെ ഒന്നുമില്ലാത്ത സമ്പൽ സമൃദ്ധമായ, ആർക്കും വയറു വിശക്കാത്ത, ആർക്കും സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് ഉഴലാത്ത, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത, കഷ്ടനഷ്ടങ്ങളും രോഗപീഠകളും ദുരിതങ്ങളും അനുഭവിക്കാത്ത ഒരു നല്ല വർഷം, ഏറ്റവും ഗംഭീരമായ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തൊഴിലിടത്തിൽ, നമ്മുടെ വീടുകളിൽ ഒക്കെയും ശാന്തിയും സമാധാനവും ഒക്കെ കളിയാകട്ടെ. നമ്മുടെ
എന്താ നമ്മുടെ വരുമാനം മേൽക്കുമേൽ വർദ്ധിക്കട്ടെ വരുന്ന വർഷങ്ങളിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. പല സ്ഥലങ്ങളിലും ആഘോഷം ഇപ്പോഴും തുടരുകയാണ്. കോവളത്താണ് ആഘോഷം ഇപ്പോൾ തുടരുന്നത്. അവിടെ കോവളത്ത് പ്രധാനമായും ഡിസ്കോ പാർട്ടികൾ കേന്ദ്രീകരിച്ചാണ്, അവിടെ DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചായിരുന്നു. നമ്മൾ നേരത്തെ അല്ലമീൻ റിപ്പോർട്ട് ചെയ്തത് കണ്ടു, കോവളത്തായിരുന്നു. അതിനുശേഷം ഫോർട്ട് കൊച്ചി, കോട്ടയത്തൊക്കെ വലിയ ആഘോഷങ്ങളുണ്ടായി. കോട്ടയത്തേക്കുറി ഒരു കാർണിവൽ എന്ന രൂപത്തിലേക്ക് തന്നെ വന്നു. കൊച്ചിൻ കാർണിവൽ സമാന്തരമായി ഒരു കാർണിവൽ എന്ന രൂപത്തിലേക്ക് തന്നെ അവിടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കണ്ടു. അതിനുശേഷം പാപ്പാഞ്ഞിയെ കത്തിക്കൽ എല്ലാ വർഷവും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ എല്ലാ വർഷവും കാണുന്ന കാഴ്ചയാണെന്ന് പറയുമ്പോൾ പോലും എല്ലാ വർഷവും ഇത് പുതിയ കാഴ്ചകളാണ്, പുതുമയുള്ള കാഴ്ചകളാണ്, പ്രത്യാശയുടെ കാഴ്ചകളാണ്. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും ആ തിരക്ക് കുറഞ്ഞെങ്കിലും ആഘോഷം കുറഞ്ഞിട്ടില്ല. രാവിലെ പുലരും വരെ ആഘോഷിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ മാനവീയ വീതിയിൽ മാത്രമാണ് പോലീസുകാർ പയ്യെ ഇടപെട്ട് അവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയുമാണ്. ഇപ്പോഴും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ കേന്ദ്രങ്ങളിൽ നിന്ന് ഒക്കെ പിരിഞ്ഞു പോകണം എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. പോലീസിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പലയിടത്തും ആഘോഷങ്ങൾ, വലിയ സംഗീത പരിപാടികളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. വെടിക്കെട്ടുകളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പലരും വീടുകളിലേക്ക് പോയി. പക്ഷേ ചിലരിപ്പോഴും ഇത്തരം ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്ത ആഘോഷ രാവായി ഇതാ ഈ വൈകിയ വേളയിലും തുടരുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും അത്തരം കാഴ്ചകളും വരുന്നുണ്ട്. സ്വാഭാവികമാണ്, ഒരു പുതിയ വർഷത്തെ വലിയ സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടെ ആളുകൾ സ്വീകരിക്കുകയാണ്. നേരത്തെ വലിയ രോഗപീഠകളുടെയൊക്കെ കാലം ഉണ്ടായിരുന്നു. അതൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ മറികടന്ന് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ അവരൊക്കെ പുതിയ ജീവിതത്തിലേക്ക് ഈ പുതിയ വർഷം കടക്കുകയാണ്. ചില പുതിയ പ്രതിജ്ഞകളും പുതിയ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് അങ്ങനെ ഈ വർഷം നല്ലൊരു വർഷമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ആരോഗ്യവും സമ്പത്തും ഒക്കെ മേൽക്കുമേൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അത്തരം പ്രാർത്ഥനകളോടെ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ചൊക്കെ ആളുകൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ലോകത്ത് നിന്ന് സമാധാനത്തിൻ്റെതായ സംഘർഷഭരിതമായി അല്ലാത്ത സമാധാനം നൽകുന്ന, സമാധാനം പുലരുന്ന ലോകക്രമത്തിന് വേണ്ടിയുള്ള ആശംസകൾ, പ്രാർത്ഥനകളൊക്കെയായി വേറൊരു ഭാഗം അങ്ങനെ ഈ പുതുവർഷത്തെ വരവേൽക്കുന്നു. എല്ലായിടത്തും പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. അതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമ്മൾ അല്ലമീനിലേക്ക് പോകുന്നു. അമീൻ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആഘോഷത്തോടെ കുറെ അധികം ആളുകൾ അവിടെ തുടരുന്നുണ്ടല്ലേ? പകുതിയിലേറെ ആളുകൾ പിരിഞ്ഞു പോയെങ്കിലും പിന്നെയും ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. അവർ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. കാരണം ആളുകളെ വിടാതെ, ഈ കോവളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ അവർക്ക് പോകണമെന്നുണ്ടെങ്കിലും അവരെ വിടാൻ സമ്മതിക്കാതെ ഈ DJക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ സംഗീതവും ഇതൊക്കെ ഇട്ട് ആൾക്കാരെ ഫുൾ വൈബിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോ, എങ്ങനെയുണ്ട്? ഇവരൊക്കെ പോകാൻ കത്തിക്കാണ്, വിടാൻ ഉദ്ദേശമില്ലേ? പുള്ളിയുടെ കോൺസെൻട്രേഷൻ മുഴുവനും അതിലാണ്. കാരണം ഈ ആഘോഷത്തിന് പൂർണ്ണമായും ഒരു താളവും ഈണവും ഒക്കെ നൽകി കഴിഞ്ഞ കുറെ നേരമായി പുള്ളിക്കാരൻ അവിടെ നിന്ന് പുള്ളിയുടെ വകുപ്പുകളുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് വിരലുകൾ ചലിപ്പിക്കുന്നതനുസരിച്ചിട്ടാണ്, അതിന്റെ പിറക്കുന്ന മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അവിടെ തുള്ളിച്ചാടി ആഘോഷ നിറവിൽ ആറാടിക്കൊണ്ടിരിക്കുന്നത്. പകുതിയിലേറെ ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയുമേറെ ആളുകൾ പോകാനുണ്ട്. കാരണം ആർക്കും ഈ ആഘോഷ നിറവിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിൽ അതിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് ഇപ്പോഴും ആഘോഷലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളായി ഒരേ നിലയിൽ ഫുൾ പവറിൽ, ഫുൾ ചാർജിൽ അവർ നൃത്തച്ചൂടുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഗാനത്തിനൊത്ത്, ഈണത്തിനൊത്ത് നൃത്തച്ചൂടുകൾ തീർത്തുകൊണ്ടിങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അവർ ആഘോഷിക്കുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവമായി ഈ പുതുവർഷ പുലരിയെ വരവേറ്റൊരു ഓർമ്മ നിലനിർത്തണമെന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുതകുന്ന വിധത്തിലുള്ള ഒരു ആഘോഷ രാവിലാണ് അവരെല്ലാവരും അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. പല പോക്കറ്റുകളിലായി നേരത്തെ ഈ ഒരു ഭാഗത്ത് മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന ആഘോഷവും നൃത്തവും ഒക്കെ തന്നെ ഇപ്പോൾ പല ഭാഗത്തായി മാറിയിട്ടുണ്ട്, പലയിടങ്ങളിലായി മാറിയിട്ടുണ്ട്. കോവളത്തെ സംബന്ധിച്ച്, ഉദയസമുദ്രത്തെ സംബന്ധിച്ച് പൂർണ്ണമായും ദീപാലങ്കൃതമാണ്. എല്ലാ രീതിയിലും ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി
വലിയ രീതിയിൽ ഇവിടേക്ക് വന്ന ആളുകൾക്ക് ഒരു നിരാശയും പകരാത്ത വിധത്തിലുള്ള ആഘോഷത്തിന് ആ ഫുൾ വൈബിൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് തകർത്താറാടാൻ പറ്റുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷ നിമിഷങ്ങൾ തന്നെയാണ് ഓരോരുത്തരും ഇതുവരെയും അനുഭവിച്ചത്. അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇതുവരെയും കടന്നുപോയത്. അതിന്റെ ഒരു ഫൈനൽ ലാപ്പിലേക്ക്, ഒരു അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ പരിപാടികളൊക്കെ നിർത്തുകയും പൂർണ്ണമായും ഈ ആഘോഷ പരിപാടികൾക്കൊക്കെ തന്നെ ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്യും. പലയിടങ്ങളിലും ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. മറ്റു പല കേന്ദ്രങ്ങളിലും ഔട്ട്സൈഡ് പ്രോഗ്രാം എല്ലാം പുറത്തു നൽകുന്ന ബീച്ചിൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കെല്ലാം 12:30 പിരിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ DJ പരിപാടികൾ ഉൾപ്പെടെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നും നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുമതി കൊടുക്കുമ്പോൾ തന്നെ അത് 12:30 പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനം ഈ രാത്രി വൈകിയ വേളയിലും അവിടെ ആഘോഷം തുടരുകയാണ്. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മുഴുവൻ പ്രേക്ഷകർക്കും ഒരു നല്ല വർഷം ആശംസിക്കുകയാണ്. സമാധാനം പുലരുന്ന, സന്തോഷം നൽകുന്ന നല്ല വർഷം ആകട്ടെ ഇതെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കും. 7 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ്. 8, 9, 10, 11, 12 അപ്പോൾ 6 മണിക്കൂർ നമ്മൾക്കൊപ്പം ആ സമയം മുതൽ തുടർന്ന് കുറേയധികം പ്രേക്ഷകർ നമുക്ക് കമന്റ് ബോക്സിൽ അതെ 7 മണി മുതൽ ത്രൂ ഔട്ട് ഇടുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മൾ നെഞ്ചോട് ചേർക്കുന്നു. അടുത്ത വർഷവും പ്രേക്ഷകരെ ചേർത്ത് പിടിച്ച് മാത്രമേ 24 മുന്നോട്ട് പോകാൻ കഴിയൂ. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. എന്തായാലും പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും ഗംഭീരമായ 2024 ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്.